അമ്പലം ഊതുപതി. ചേച്ചി നന്നായിട്ട് ഊതുന്നുണ്ടല്ലേ? ഊത്ത് കൂടിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ കോടതി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കേസ് എടുത്തേക്കുന്നത്. നമ്മൾ അധികം ഊതാൻ പാടില്ല, ഒരു മയത്തിലൊക്കെ അങ്ങോട്ട് ഊതണം, മനസ്സിലായോ? കേട്ടിട്ടില്ലേ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എഴുത്തച്ഛന്റെ വരികളാണ്. നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും. നല്ല കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും. ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പണ്ടൊക്കെ പിന്നായിരുന്നു, ഇപ്പൊ അപ്പ തിരിച്ചടികളാണ്. ഈ പുള്ളിക്കാരിയെ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. മതത്തിന്റെ പേരിലൊന്നും പുള്ളിക്കാരിയെ മാറ്റി നിർത്തണ്ട, പുള്ളിക്കാരി പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയല്ലേ, അവരത് ചിത്രം വരച്ച് ജീവിച്ചോട്ടെ, അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ ലക്ഷ്യം മാർക്കറ്റിംഗ് മാത്രമാണ്. മാർക്കറ്റിങ്ങിന്റെ പേരിൽ ഗുരുവായൂർ അമ്പലനടയും അവിടെയുള്ള കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ശരിയല്ല, പുള്ളിക്കാരിയുടെ ഈ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരി നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന മുസ്ലിം യുവതി, അവര് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഈ ഒരു തിരിച്ചടി കിട്ടുമായിരുന്നോ? ഇല്ല. നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ആ ഒരു കഴിവ്, ആ കഴിവിനെ പ്രദർശിപ്പിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഇവർക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കോടതി വിധിച്ചപ്പോൾ തന്നെ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇങ്ങനത്തെ റീൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല, വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ തന്നെ ഇവരുടെ ഈ പരിപാടി അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ കോടതി അങ്ങനെ വിധിച്ചിട്ട് പോലും ഇവര് നിർത്താൻ തയ്യാറായില്ല. കോടതി വിധി ലംഘിച്ച് ഇവർ പിന്നെയും ഈ പരിപാടി തുടർന്നു. ആ അഹങ്കാരത്തിനാണ് ഇപ്പൊ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ആദ്യ സമയത്ത് ഇവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇവര് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റിയിരുന്നത് എന്ത് പറഞ്ഞിട്ടായിരുന്നു അറിയാമോ? ഞാനൊരു മുസ്ലിം യുവതി ആയതുകൊണ്ടാണോ, മുസ്ലിം സ്ത്രീ ആയിരുന്നത് കൊണ്ടാണോ എന്ന രീതിയിലായിരുന്നു ഇവർ സിമ്പതി പിടിച്ചു പറ്റിയിരുന്നത്. അതായത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ഇവരെങ്ങനെയാണെന്ന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യും. ആ റീലിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു തരാം. ഞാനൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണോ എല്ലാവരും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് ഇത്ര തെറ്റാണോ? ഞാൻ എൻ്റെ കഴിവല്ലേ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുള്ളൂ, എൻ്റെ കഴിവ് വിറ്റല്ലേ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഹിന്ദുക്കളെ വഞ്ചിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ ഹിന്ദുക്കളെ വഞ്ചിക്കുകയല്ല, ഇതെൻ്റെ വിശ്വാസമാണ്, ഇതെൻ്റെ കഴിവാണ്. ഒരു മുസ്ലിം യുവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനാണ് എല്ലാവരും മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് എല്ലാവരും വേട്ടയാടുന്നത്? എൻ്റെ മതം പറഞ്ഞ് എന്തിനാണ് എന്നെ എല്ലാവരും വേട്ടയാടുന്നത്? ഇങ്ങനെയായിരുന്നു ഇവര് സിമ്പതി പിടിച്ചു പറ്റിയിരുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ റീൽസ് ഇടുന്ന സമയത്ത് എല്ലാവരും കരുതും, ഓ പാവ സ്ത്രീ, അവരൊരു മുസ്ലിം യുവതിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരും മാറ്റി നിർത്തുകയാണ്, അവരെ എല്ലാവരും അവഗണിക്കുകയാണ്. അങ്ങനെ അവഗണിക്കാൻ പാടില്ല, എല്ലാവരും അവരെ ഉയർത്തിക്കൊണ്ടുവരണം, എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഈ റീൽസ് കാണുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നി. അങ്ങനെ ആ സിമ്പതിയിൽ പിടിച്ചാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി പിടിച്ചു കയറിയത്. പിന്നെ രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തു, ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇവരെ ഏറ്റെടുത്തു, പിന്നെ കുറെ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഇവര് കൊണ്ട് കൃഷ്ണന്റെ ഈ ഒരു പടം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരങ്ങ് വൈറലായി. എന്നാൽ ഇപ്പോ വൈറലായതിനു ശേഷം ഇപ്പൊ പുള്ളിക്കാരിയുടെ മതം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വന്തം മതത്തെ പോലും ഉപേക്ഷിക്കാൻ പുള്ളിക്കാരി തയ്യാറാണ്. ഞാനൊരു വീഡിയോ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? പുള്ളൻ്റെ മോളെ കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ട് ഊരി വെക്കും. എന്നിട്ട് പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എനിക്ക് എന്നോട് മുഹബത്താ, നിനക്ക് ശനിതിനോട് മുഹബത്തുള്ളത് പോകണം, എന്നോട് മുഹബത്താവുള്ളേ. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പോൾ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. കണ്ടില്ലേ, അഹങ്കാരത്തോടു കൂടിയിട്ട് കാണിച്ചത് കണ്ടില്ലേ? ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്.
ചില ആൾക്കാർ ദൈവമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ തന്നെയും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, ആ വിശ്വാസത്തിലൂന്നിയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തി എന്നാണെങ്കിലും അതിനൊരു തിരിച്ചടി നൽകും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആ തിരിച്ചടിയാണ് ഇപ്പൊ കണ്ടത്. പുള്ളിക്കാരി എന്തു പറഞ്ഞേ, വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട, കണ്ണനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്നു. പുള്ളിക്കാരിക്ക് കുട്ടിക്കളിക്കാനുള്ള എന്തോ സംഭവമാണ് കണ്ണൻ എന്ന് വിചാരിച്ചോ? എല്ലാം സഹിക്കും. ഈ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യമൊക്കെ പുള്ളിക്കാരി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം, ദൈവമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ, അദ്ദേഹം എന്ത് കാര്യവും സഹിക്കും, പക്ഷേ അഹങ്കാരം മാത്രം സഹിക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. പുള്ളിക്കാരിയുടെ ജീവിതമാർഗമാണ്, എല്ലാം സമ്മതിക്കുന്നു. അപ്പൊ ജീവിതമാർഗത്തെ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണമായിരുന്നു. അല്ലാതെ ഗുരുവായൂർ നടയിൽ വന്നിരുന്ന് ഇങ്ങനത്തെ പ്രഹസനമൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. പോട്ടെ, ഏറ്റവും അവസാനം കോടതി അങ്ങനെ ഒരു വിധി വിധിച്ചപ്പോഴെങ്കിലും ഇവർ നിർത്തണമായിരുന്നു, ഇവർ അവസാനിപ്പിക്കണമായിരുന്നു. അവസാനിപ്പിച്ചോ അവരുടെ പേക്കൂത്ത്? അവസാനിപ്പിച്ചില്ല. നിങ്ങൾ പറയും പിന്നെ ഞാൻ എന്തിനാണ് റിപ്പീറ്റ് ചെയ്ത് ഇത് സംസാരിക്കുന്നത് എന്ന്. ഇത് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്, അങ്ങനത്തെ ഒരു വിഷയമാണ്. നമ്മുടെ കേരളത്തിലായതുകൊണ്ടാണ് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമാകാതെ ഇരുന്നത്. കാരണം നമുക്ക് തിരിച്ചറിവുണ്ട്. പക്ഷേ ഇത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. സത്യമല്ലേ? നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നു ഇവർ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത് എങ്കിൽ എന്ത് വലിയ പ്രശ്നമുണ്ടായേനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഒരിടത്ത് പോയി ഫോട്ടോ എടുക്കാൻ പാടില്ല, ഒരു ആരാധനാലയമാണ്, അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുക. അല്ലാതെ ഞാൻ എന്തും കാണിക്കും, ഞാൻ ഏറ്റവും വലിയ ആളാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, മതം പറഞ്ഞാണ് എന്നെ എല്ലാവരും തടയുന്നത് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാണിച്ചു. ഇപ്പം എന്തായി? ജാമ്യമില്ലാ വകുപ്പാണ് മോളെ. ഊരിപ്പോരാൻ കുറച്ച് കഷ്ടപ്പെടും. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ചില കൃമികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊരു ബോധമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡ് പോലും തിരിഞ്ഞു. ആദ്യമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇവരവിടെ വന്നപ്പോൾ തന്നെ ഇവരെ വിലക്കണമായിരുന്നു. അന്ന് ഇവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എല്ലാവരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. സിമ്പതി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സിമ്പതി. കരഞ്ഞ് ഞാനൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്, മുസ്ലിം യുവതി ആയതുകൊണ്ടാണ് ഒറ്റപ്പെടുത്തുന്നത്, മതം പറഞ്ഞ് ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അവസാനം ഇപ്പം എന്തുവായി? എല്ലാം നമുക്ക് സഹിക്കാം, പക്ഷെ അവിടെ ചെന്ന് കിടന്ന് കാണിക്കുന്ന തോന്നിവാസം അത് സഹിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് ആരാധനാലയം ആയിക്കോട്ടെ, ആ ആരാധനാലയത്തിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ആരാധനാലയം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ആ പ്ലേസിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. അതിപ്പോൾ ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻസിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിംസിൻ്റെ ആയിക്കോട്ടെ, ഓരോ ആരാധനാലയത്തിൽ ഓരോ പർട്ടിക്കുലർ സ്ഥലത്തും ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയാൽ മതി. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലല്ലോ, നമുക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലല്ലോ. ഓക്കെ, ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, വിഷയമില്ല. ഇതങ്ങനെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ ഫ്രണ്ടിൽ പോയി ഊതുക, എന്തോ ഊത്ത ഒരുപാടായി കഴിഞ്ഞാലുണ്ടല്ലോ പണി കിട്ടും. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ പണി കിട്ടുന്നതെന്ന്?